ആദ്യം ബി ജെ പിൻ്റെയും എൻ ഡി എൻ്റെ എല്ലാ പ്രവർത്തകരുടെ പേരിൽ ഞാൻ എല്ലാവർക്കും ഓണാശംസകൾ പറയുന്നു. എല്ലാവർക്കും നല്ലൊരു ഓണം ആണെന്ന് ആഗ്രഹിക്കുന്നു. നമുക്കെല്ലാവർക്കും അറിയാം, 2026 ഇലക്ഷൻ ഒരു മാറ്റത്തിൻ്റെ പ്ലാങ്കിലാണ് എല്ലാവരും മത്സരിച്ചത്. ബി ജെ പി എൻ ഡി എ ഒരു വശത്ത്, കോൺഗ്രസ് നയിക്കുന്ന UDF. കാരണം 10 കൊല്ലം ഭരിച്ച CPM നമ്മുടെ സംസ്ഥാനത്തിനെ നശിപ്പിച്ചു വയ്ക്കുന്ന ആ സ്ഥിതിയിൽ നിന്ന് ഒരു മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് മനസ്സിലാക്കിയിട്ടാണ് എല്ലാവരും ഈ ഇലക്ഷനിൽ പങ്കെടുത്തതും മത്സരിച്ചത്. എന്തായിരുന്നു മാറ്റം? ജനങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റം, വികസനമില്ലായ്മയെന്നൊരു മാറ്റം, തൊഴിലില്ലായ്മയെന്നൊരു മാറ്റം, രാഷ്ട്രീയ അഴിമതി എന്നൊരു മാറ്റം. എല്ലാമായിരുന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മാധ്യമ സുഹൃത്തുക്കൾക്ക് നന്നായിട്ട് അറിയാം, ഇതായിരുന്നു ചർച്ചാ വിഷയങ്ങളും. ആ പ്ലാങ്കിലാണ് എല്ലാവരും മത്സരിച്ചത്. കോൺഗ്രസ് വോട്ട് തേടാൻ പോകുമ്പോൾ അവർ മുമ്പോട്ട് വെച്ചത് UDF VD സതീശൻ നയിക്കുന്ന UDF 5 ഗ്യാരൻറ്റീസ്, പിന്നെ CPMൻ്റെ അഴിമതി, അവർക്ക് ജനങ്ങളൊരു അവസരം കൊടുത്താൽ അതിൻ്റെ എതിരെ അവർ നടപടികൾ എടുക്കും എന്ന് മറ്റൊരു വാഗ്ദാനം, സാമ്പത്തിക സ്ഥിതി നന്നാക്കും, നിക്ഷേപം, തൊഴിൽ സൃഷ്ടിക്കും എന്ന് അവർ ഒരു വാഗ്ദാനം കൊടുത്തു വോട്ട് നേടാൻ. പിന്നെ വർഗീയ രാഷ്ട്രീയം, ജമാഅത്തെ ഇസ്ലാമി, മുസ്ലിം ലീഗ് അവരുടെ ഭാഗമായിട്ടും വർഗീയ രാഷ്ട്രീയം ഇവിടെ സമ്മതിക്കില്ല എന്ന് VD സതീശൻ പറഞ്ഞത് നിങ്ങൾക്കെല്ലാവർക്കും ഓർമ്മയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതെല്ലാം പറഞ്ഞിട്ടാണ് സർക്കാരിൽ വന്നത്. ജനങ്ങൾ വിശ്വസിച്ചു, അവർക്കൊരു അവസരം കൊടുത്തു. ഇന്ന് നമ്മൾ ഇരിക്കുന്നത് 100 ദിവസം ഈ സർക്കാർ ഭരിച്ച് 100 ദിവസം കഴിയുന്നു. അവരുടെ ഒരു റിപ്പോർട്ട് കാർഡ്, അവർ എന്തെല്ലാം ചെയ്തു എന്ന് നമ്മളെല്ലാവരും അവകാശമാണ്, നമ്മൾ ചെയ്യേണ്ടത് കാര്യമാണ്. പരിശോധിക്കണം, പഠിക്കണം. ഈ ഇലക്ഷൻ സമയത്ത് കൊടുക്കുന്ന വാഗ്ദാനങ്ങൾ അവർ പാലിക്കുന്നുണ്ടോ, പാലിക്കാൻ പോകുന്നുണ്ടോ എല്ലാം പരിശോധിക്കാനും മനസ്സിലാക്കാനും ഒരു സമയമാണ് ഇന്നും നാളെയും. എന്താണ് യാഥാർത്ഥ്യം? എന്ത് ചെയ്തു 100 ദിവസം? 5 ഗ്യാരൻറ്റീൻ്റെ വാഗ്ദാനം കൊടുത്ത VD സതീശൻ സർക്കാർ ഒരു ഗ്യാരൻറ്റി മാത്രമേ നടപ്പിലാക്കിയിട്ടുള്ളൂ. ബാക്കി 4 ഗ്യാരൻറ്റികൾ, 3000 രൂപേൻ്റെ വെൽഫെയർ പെൻഷൻ, കോളേജ് പോകുന്ന പെൺകുട്ടികൾക്ക് 1000 രൂപ, 5 ലക്ഷം ഇൻട്രസ്റ്റ് ഫ്രീ ലോൺ വായ്പ കടം, ഉമ്മൻചാണ്ടി, ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടീൻ്റെ പേരിലൊരു ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം അവരൊരു ഗ്യാരൻറ്റി ആയിരുന്നു. അത് എവിടെയും കാണുന്നില്ല, അതിനെക്കുറിച്ച് ചർച്ചയും കാണുന്നില്ല. അപ്പോൾ ഈ 4 വാഗ്ദാനങ്ങൾ പാലിച്ചിട്ടില്ല. 100 ദിവസമായി. പാലിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അത് 2 ദിവസം, 3 ദിവസം, ഒരാഴ്ച സമയം മതി. പക്ഷെ അത് പാലിച്ചിട്ടില്ല. രണ്ടാമത്തെ കാര്യം, CPMൻ്റെ അഴിമതിൻ്റെ പേരിൽ ഒരു മാൻഡേറ്റ് കിട്ടി. ഇന്ത്യ അലയൻസിൻ്റെ ഭാഗമായ CPM, കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യ അലയൻസിൻ്റെ ഭാഗമായ CPMൻ്റെ അഴിമതിൻ്റെ എതിരെ നടപടി എടുക്കും എന്ന് പറഞ്ഞ സർക്കാർ ഇന്ന് വരെ അത് എക്സാലോജിക്കാണോ, മെസ്സി സ്കാമാണോ, ശബരിമല കൊള്ളയാണോ, 100 ദിവസത്തിൽ ഒരു വിരൽ അനക്കിയിട്ടില്ല, ഒരു പ്രോഗ്രസ്സും നടന്നിട്ടില്ല. അപ്പോൾ CPMൻ്റെ അഴിമതി മാറ്റും, CPMൻ്റെ അഴിമതിനെക്കുറിച്ച് നടപടികൾ എടുക്കും എന്ന് വാഗ്ദാനം കൊടുത്ത സർക്കാർ 100 ദിവസം കഴിഞ്ഞിട്ട് റിപ്പോർട്ട് കാർഡിൽ മൊട്ട പൂജ്യം.
പിന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കുറേ കാര്യങ്ങൾ അസംബ്ലിയിലും പറഞ്ഞു. പുതുയുഗ വികസിത കേരളം ധവളപത്രം പുറത്തുവിട്ടു. സാമ്പത്തിക സ്ഥിതി മോശമാണ്, ഇത് ഞാൻ നന്നാക്കും, തൊഴിലവസരങ്ങളും ഇവിടെ സൃഷ്ടിക്കും, നിക്ഷേപം കൊണ്ടുവരും. യുവാക്കളെക്കുറിച്ച് അസംബ്ലിയിൽ ഒരു 10 തവണ സംസാരിച്ചു. ഈ 100 ദിവസം കഴിഞ്ഞിട്ട് എന്താണ് അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് കാർഡ്? 12,500 കോടിൻ്റെ കൂടുതൽ കടം. ഒരു ഒറ്റ പുതിയ നിക്ഷേപം വന്നിട്ടില്ല. ടാറ്റ ഷിപ്പ് യാർഡ് കൊണ്ടുവരുമെന്ന് പറഞ്ഞൊരു ഫേക്ക് ന്യൂസ് അല്ലാണ്ട് ഒരു ഒറ്റ പുതിയ നിക്ഷേപം വന്നിട്ടില്ല. ഒരു പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടോ? അദ്ദേഹത്തിൻ്റെ സർക്കാരിന് സാധിച്ചിട്ടുണ്ടോ? 0. അപ്പോൾ മൂന്നാമത്തെ ഒരു വലിയ പ്ലാങ്ക്, മാറ്റം കൊണ്ടുവരും, നിക്ഷേപം വരും, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും, സാമ്പത്തിക സ്ഥിതി നന്നാക്കും എന്ന് പറഞ്ഞ സർക്കാർ 100 ദിവസം കഴിഞ്ഞാൽ നമ്മുടെ റിപ്പോർട്ട് കാർഡിൽ 0 അല്ല, -ആണ്. പിന്നെ വർഗീയം നമ്മൾ ഇവിടെ സമ്മതിക്കില്ല, BJP വർഗീയ പാർട്ടിയാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന UDF സർക്കാർ ഇന്ന് എന്താണ് ചെയ്യുന്നത്? ആ ഡിപ്പാർട്ട്മെൻ്റ് ഒന്ന് പരിശോധിക്കണം. മതമാണ് 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 എന്ന് പറഞ്ഞ ഒരു മന്ത്രി പാവപ്പെട്ട കുട്ടികൾക്ക് നടപ്പിലാക്കിയ PM ശ്രീ പുറത്താക്കണം എന്ന് പറഞ്ഞ് നടക്കുന്നു. നിയമപരമായ പാർലമെൻറ്റ് പാസ്സാക്കിയ ഒരു ആക്ട്, വന്ദേ മാതരം ആക്ട് ലംഘിക്കുന്നു. ആ ആക്ട് പാസ്സാക്കുമ്പോൾ ഒരു ഒറ്റ വാക്ക് പറയാണ്ട് ഇരിക്കുന്ന UDF MPമാർ ഇന്ന് പാർലമെൻറ്റ് ഡ്യൂലി പാസ്ഡ് ലോ ഓഫ് ഇന്ത്യ, ജനാധിപത്യം സംരക്ഷിക്കും ബഹുമാനിക്കും എന്ന് പറയുന്ന കോൺഗ്രസ് പാർട്ടി ലംഘിക്കുന്നു. വീർ സവർക്കറിൻ്റെ പേരിൽ ഒരു ടീച്ചറിനെ സസ്പെൻഡ് ചെയ്യുന്നു. അതേസമയം കുന്തറയിൽ ഒരു പോലീസ് ഇൻസ്പെക്ടറിൻ്റെ എതിരെ നടപടിയെടുക്കാൻ ഒരു പ്രയാസം അവർക്ക് കാണുന്നു. അപ്പോൾ വർഗീയം ഉണ്ടാവില്ല. വർഗീയത ജമാഅത്തെ ഇസ്ലാമി നിലമ്പൂരിൽ പറഞ്ഞല്ലോ. നമ്മുടെ VD സതീശൻ അന്ന് പ്രതിപക്ഷ നേതാവായിരുന്നു. ജമാഅത്തെ ഇസ്ലാമിയും ഇവരെല്ലാം വർഗീയ പാർട്ടികളല്ല, ജനാധിപത്യവും ഭരണഘടനയിൽ വിശ്വസിക്കുന്ന സ്ഥാപനങ്ങളാണെന്ന് സർട്ടിഫിക്കറ്റ് കൊടുത്ത VD സതീശൻ ഇന്ന് മൊത്തം ചെയ്യുന്നത് വാഗ്ദാനം കൊടുക്കുക, ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയല്ല, വർഗീയ രാഷ്ട്രീയം ചെയ്യുക. മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും തീരുമാനിക്കുന്ന കാര്യങ്ങൾ ബ്ലൈൻഡ്ലി ചെയ്യുക. അത് നിയമലംഘനയാണെങ്കിലും അദ്ദേഹം ചെയ്യുന്നു. ഈ റിപ്പോർട്ട് കാർഡ് നമ്മൾ പരിശോധിക്കുമ്പോൾ അടുത്തുള്ള തമിഴ്നാട്ടിലെ സർക്കാർ, അത് BJPൻ്റെ സർക്കാരല്ല, വിജയൻ്റെ സർക്കാരാണ്. അവിടുത്തെ സർക്കാർ ഇൻ്റർ ഡിസ്ട്രിക്റ്റ് ഫ്രീ യാത്ര സമ്മതിക്കുന്നു വനിതകൾക്ക്, സ്ത്രീകൾക്ക്. അവിടുത്തെ മുഖ്യമന്ത്രി 3 ഫ്രീ സിലിണ്ടർ പ്രഖ്യാപിക്കുന്നു. അതേസമയം ഈ 100 ദിവസം VD സതീശൻ ഒന്നും ചെയ്യാത്ത ആ 100 ദിവസത്തിൽ അടുത്തുള്ള തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രി എന്ത് ചെയ്യുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. നരേന്ദ്രമോദിജി കേരളത്തിന് വേണ്ടി എന്ത് ചെയ്തു എന്ന് അതിൻ്റെ റിപ്പോർട്ട് കാർഡ് നമ്മൾ മുമ്പോട്ട് വയ്ക്കാം. NH-66 ഡെവലപ്മെൻറ്റ്, 2100 കോടിൻ്റെ പുതിയ ഹൈവേ പ്രോജക്ട്സ്, ഇതെല്ലാം അടുത്ത കാലത്തിൽ നരേന്ദ്രമോദിജി ചെയ്ത കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ബംഗളൂർ എറണാകുളം വന്ദേ ഭാരത്, MK കരുണാകരൻ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൻ്റെ
100 MBBS സീറ്റിൻ്റെ അനുവാദം അപ്രൂവൽ, വിഴിഞ്ഞം പോർട്ടിനെ ഒരു എക്സിം പോർട്ടാക്കി അതിൻ്റെ ഒരു അപ്രൂവൽ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ റെയിൽവേസ് ഡിപ്പാർട്ട്മെൻറ്റ് 310 കോടിയുടെ കവച് കൊളിഷൻ അവാർഡൻസ് ടെക്നോളജി 550 കിലോമീറ്റർ ട്രാക്ക് കേരളത്തിൻ്റെ ചെയ്യുന്നു. ഒരു ഉദാഹരണമായിട്ട് പറയണം. അപ്പോൾ 100 ദിവസം കഴിയുമ്പോൾ എന്താണ് VD സതീശൻ ചെയ്യുന്നത്? പാലക്കാട് ഡിവിഷൻ ഒരു വലിയ സംഭവമാണെന്നും പറഞ്ഞ് ജനങ്ങളെ പൊട്ടക്കാരായിട്ട് കാണുന്ന ഒരു രാഷ്ട്രീയം ചെയ്യുന്നു. 100 ദിവസം അദ്ദേഹം വാഗ്ദാനം കൊടുത്തതൊന്നും ചെയ്യാണ്ട് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് റീഓർഗനൈസേഷൻ്റെ വാലും പിടിച്ച് ഒരു വിവാദം സൃഷ്ടിക്കാൻ നോക്കുന്നു. നമുക്കൊരു സംശയം ഉണ്ടാകാൻ പാടില്ല. എനിക്കൊരു സംശയമില്ല. ഞാൻ ഇത് വിവാദം ഉണ്ടാക്കാനല്ല പറഞ്ഞത്, ഒരു ഫാക്ച്വൽ മേട്രിക്സ് പരിശോധിച്ച് പറയാണ്. ഇങ്ങനെല്ലാം ചെയ്യുമെന്ന് വാഗ്ദാനം പുതുയുഗ വികസിത കേരളം എന്നൊരു കാഴ്ചപ്പാട് മുമ്പോട്ട് വെച്ച് വോട്ട് നേടിയ ഒരു UDF സർക്കാർ 100 ദിവസത്തിൽ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ 5 കൊല്ലത്തിൽ ഒന്നും ചെയ്യുന്നു എനിക്കൊരു വിശ്വാസമില്ല. കാരണം തമിഴ്നാട് ഈ 100 ദിവസത്തിൽ എന്തെല്ലാം ചെയ്യുന്നു, കേന്ദ്ര സർക്കാർ എല്ലാം ചെയ്യുന്നു. പക്ഷേ ഇവിടെ ഇദ്ദേഹത്തിന് എന്താണ് കാരണം, എന്താണ് കമ്പൾഷൻസ് എനിക്കും അറിയില്ല. പക്ഷേ ഇതുവരെ ചെയ്തിട്ടില്ല. ഇനി അടുത്ത 4 കൊല്ലം ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല എന്നോട് ചോദിച്ചാൽ നടക്കില്ല. അവർ 100% ഈ വർഗീയ രാഷ്ട്രീയത്തിന് പിന്നിലും മുസ്ലിം ലീഗും ജമാഅത്ത് പറയുന്ന കാര്യങ്ങളല്ലാണ്ട് പിന്നെ മുസ്ലിം ലീഗിൻ്റെ ബിസിനസ് ഇൻട്രസ്റ്റും അവരുടെ മറ്റ് ഇൻട്രസ്റ്റിനെ കുറിച്ച് ഞാൻ ഇന്ന് ഒന്നും ചർച്ച ചെയ്യാൻ പോകുന്നില്ല. അത് വരാൻ പോകുന്ന ദിവസങ്ങൾ അത് ഞാൻ പുറത്ത് വിടും. ആർക്കാണ് നാടിനെക്കുറിച്ച് ചിന്ത, നാട്ടുകാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആർക്കാണ് അതിനെക്കുറിച്ച് ചിന്തയും താല്പര്യവും, ഇന്ന് ഈ 100 ദിവസം VD സതീശൻ്റെ സർക്കാർ കഴിഞ്ഞ് 100 ദിവസം കഴിഞ്ഞിട്ട് നമ്മളെല്ലാം ആലോചിക്കണം, ചിന്തിക്കണം എന്ന് പറഞ്ഞ് മാത്രം നിർത്തുന്നു. പാലക്കാട് ഡിവിഷന്റെ കാര്യം പറഞ്ഞല്ലോ. പാലക്കാട് ഡിവിഷൻ അങ്ങ് കേന്ദ്രമന്ത്രിയുമായി സംസാരിച്ചു എന്നൊരു വിവരം വരുന്നുണ്ട്. അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു ഔട്ട്കം എന്താണ്? അല്ല, അതിൽ നമ്മളുടെ പ്രധാനപ്പെട്ട വിഷയം എന്താണ്? കേരളത്തിൽ തീരുമാനിച്ച വികസനം, റെയിൽവേ വികസനത്തിനും ഒരു വീഴ്ചയോ ഉണ്ടാവാൻ പാടില്ല, ഒരു സ്ലോ ഡൗൺ ഉണ്ടാവാൻ പാടില്ല. അതാണ് ഞങ്ങളുടെ താല്പര്യം. കൃഷ്ണദാസേട്ടൻ ഇവിടെ കൃത്യമായി പറഞ്ഞിട്ടുണ്ടല്ലോ, ഞങ്ങൾ 3 കൊല്ലത്തിൻ്റെ ഒരു ക്ലിയർ ബ്ലൂ പ്രിൻ്റ് റെയിൽവേ മിനിസ്ട്രീൻ്റെ ഒപ്പം ഇരുന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അത് ഇന്നല്ല ഞാൻ പറഞ്ഞത്, അത് കഴിഞ്ഞിട്ടൊരു 1-2 ആഴ്ചയായി. അതിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവാൻ പാടില്ല. അതും നന്നായിട്ട് മുമ്പോട്ട് പോകും. ഒന്ന്. രണ്ടാമത്തത്, എന്താണ് ഈ പാലക്കാട് ഡിവിഷനിൽ നടന്നിരിക്കുന്നത്? അല്ല, നമ്മളൊന്ന് മനസ്സിലാക്കണം. നമ്മളെല്ലാവരും മനസ്സിലാക്കുന്ന കപ്പാസിറ്റി ഉണ്ടല്ലോ. മാംഗ്ലൂർ ഡിവിഷൻ ഇന്നിപ്പോൾ മാംഗ്ലൂർ 3 ഡിവിഷൻ്റെ ഭാഗമാണ്. റെയിൽവേസ് ഒരു നാഷണൽ ഓർഗനൈസേഷനാണ്. അവരൊരു അഡ്മിനിസ്ട്രേറ്റീവ് റീഓർഗനൈസേഷൻ നടത്തുന്നു, മാംഗ്ലൂർ മൈസൂരിൻ്റെ ഭാഗമാക്കുന്നു. ഇതിലെന്താണ് പ്രശ്നം? എന്താണ് VD സതീശൻജിയും KS വേണുഗോപാലിൻ്റെ ഇതിലെന്താണ് പ്രശ്നം? എന്തെങ്കിലും ഉണ്ടാക്കി പറയുക, ഒരു വിവാദം സൃഷ്ടിക്കുക, ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കുക. എന്താണ് ഇന്ന് അത് പിടിക്കുന്നത്? 100 ദിവസം കഴിഞ്ഞു, കുറേ വാഗ്ദാനങ്ങൾ കൊടുത്ത ഈ സർക്കാരിന് ഒന്നും കാണിക്കാനില്ല. അപ്പോൾ പോയിട്ട് പാലക്കാട് ഡിവിഷൻ ഇഷ്യൂ ആക്കുക. ഞാൻ ഇന്ന് നരേന്ദ്രമോദിജി സർക്കാരിൻ്റെ പേരിൽ പറയുന്നു, BJP കേരളത്തിൻ്റെ പേര് പറയും, 3 കൊല്ലം റെയിൽവേസിൻ്റെ ബ്ലൂ പ്രിൻ്റ് തീരുമാനിച്ച് നരേന്ദ്രമോദിജി നടപ്പിലാക്കും എന്ന് ഞാൻ ജനങ്ങളോട് ഇന്ന് ഓണത്തിൻ്റെ ദിവസം ഉറപ്പ് തരുന്നു. ഇന്ന് ആരാണ് ആരോപണം പറഞ്ഞത്? അല്ല, ഈ മാംഗ്ലൂർ പിന്നെ കർണാടകൻ്റെ ഭാഗമാണോ കേരളത്തിൻ്റെ ഭാഗമാണോ? അല്ല, പാലക്കാട് ഡിവിഷൻ്റെ ഭാഗമാണ്. 3 വേറെ ഡിവിഷൻ്റെ ഭാഗമാണ്.
അത് അവർ റീഓർഗനൈസ് ചെയ്യുമ്പോൾ നമ്മളെങ്ങനെയാണ് ബാധിക്കുന്നത് അത് പറയൂ. അത് ഞാൻ പറഞ്ഞല്ലോ, നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റും ഇവിടെ വരാൻ പോകുന്ന വികസനത്തിലും അത് ബാധിക്കുന്നില്ല എന്ന് ഞാൻ പറയുന്നു. അത് മിനിസ്റ്റർ പറയുന്നു, ബാധിക്കില്ല. 100% ഞാൻ ഇവിടെ പറയുന്നതെല്ലാം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, നരേന്ദ്രമോദിജി, അശ്വിനി വൈഷ്ണവ്ജി തന്ന ഉറപ്പാണ് ഞാൻ പറയുന്നത്. എൻ്റെ അഭിപ്രായമല്ല അത്. അദ്ദേഹം ഇന്നലെ റീഇറ്ററേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഒറ്റ നയാ പൈസ ഇൻവെസ്റ്റ്മെൻറ്റ് തീരുമാനിച്ച 3 ആഴ്ച മുമ്പ് തീരുമാനിച്ച ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിൽ ഒരു ഒറ്റ ഗ്യാപ്പ് ഉണ്ടാവില്ല, ഒരു രൂപേൻ്റെയും കമ്മി ഉണ്ടാവില്ല. അതെങ്ങനെയാണ് നമ്മൾ പറയുന്നത്? ഇത് എപ്പോൾ റെയിൽവേൻ്റെ ഉള്ളിൽ റെയിൽവേ നാഷണൽ റീഓർഗനൈസേഷൻ ചെയ്യുമ്പോൾ അത് എപ്പോൾ തുടങ്ങി നമുക്ക് എങ്ങനെ അറിയാം? അതെങ്ങനെയാണ് ഇങ്ങനെ തീരുമാനിക്കുന്നത്? പെട്ടെന്ന് നടന്നു എന്നല്ല. പ്രധാനപ്പെട്ട പ്രശ്നം ഇത് കാരണം ട്രെയിനുകൾ കുറയും, അങ്ങനെ കേട്ടിട്ടുണ്ടാവും. ട്രെയിനുകൾ കുറയും, വിഹിതം അല്ല ഇത് പറയുന്നത് ആരാ? അല്ല ഇത് ആരാണ് പറയുന്നത്? ഇത് കുറഞ്ഞിട്ടുണ്ടോ? ഈ കഴിഞ്ഞ 12 കൊല്ലം റെയിൽവേ മോഡേണൈസേഷൻ നടന്നത് കേരളത്തിൽ എത്ര നടന്നിട്ടുണ്ട്? ഞാൻ പറയണോ? ലിസ്റ്റ് ഇട്ട് പറയണോ? 7 സ്റ്റേഷന്, വന്ദേ ഭാരത് ട്രെയിന് എല്ലാം നടന്നിട്ടില്ലേ? ഇവിടെ BJP സർക്കാർ ആയിരുന്നില്ലല്ലോ, എന്നിട്ടും നടന്നല്ലോ. അപ്പോൾ നോക്കൂ, ഇതെല്ലാം ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു ഡെലിബറേറ്റ് വിവാദം സൃഷ്ടിക്കാൻ ഒരു മൂവ്. അത് ചെയ്യട്ടെ, നോ ഇഷ്യൂ, അത് അവരുടെ അവകാശമാണ്. എന്തെങ്കിലും നിങ്ങൾ എന്തിനാണ് പോയിട്ട് മുഴുങ്ങുന്നത്? ഇപ്പോൾ പിടിക്കേണ്ടത് എന്തിനാ? ഇത് ചെയ്യുന്നത് ആരാണ് ഇവിടെ വികസനം കൊണ്ടുവരേണ്ടത്? അശ്വിനി വൈഷ്ണവ്, നാഷണൽ റെയിൽവേ ബോർഡ്. അവർ പറയുന്നു ഒരൊറ്റ രൂപേൻ്റെ ഡൈല്യൂഷൻ ഉണ്ടാവില്ല, നിങ്ങൾ തീരുമാനിച്ച വികസന ആ ബ്ലൂ പ്രിൻ്റ് നടപ്പിലാക്കുമെന്ന് അവർ പറഞ്ഞു. അതിപ്പോൾ അതെല്ലാം വേറെ എന്താ നമുക്ക് വേണ്ടത്? അല്ല അതല്ല ഓക്കെ. അപ്പം ഞാനുണ്ടായിരുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞത്, ഞാൻ നോക്കൂ, ഫാക്റ്റായിട്ട് ഞാൻ പറയുന്നു, നിങ്ങൾ ചോദിക്കുന്നു, ഞാൻ പറയുന്നു. നിങ്ങളിങ്ങനെ ഇമാജിനറി ഇഷ്യൂ ഒന്നും ഉണ്ടാക്കല്ലേ. അത് KC വേണുഗോപാലും VD സതീശനും ഗുണം ചെയ്യും. കാരണം 100 ദിവസം അവരുടെ റിപ്പോർട്ട് കാർഡ് ജനങ്ങൾ ചോദിക്കുമ്പോൾ പാലക്കാട് ഡിവിഷനാണോ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം? അത് ഞാൻ പറഞ്ഞല്ലോ, പ്രധാനപ്പെട്ട വിഷയമാണോ അത്? ഞങ്ങളല്ലേ ഇവിടെ അല്ല. ഒരു മിനിറ്റ്, ഞാൻ ലാസ്റ്റ് ഇതെല്ലാം നടക്കണം മുമ്പ് ഞാൻ ലാസ്റ്റ് പ്രസ് കോൺഫറൻസിൽ എന്താ പറഞ്ഞത്? ഞങ്ങളൊരു ബ്ലൂ പ്രിൻ്റ് ഉണ്ടാക്കിയിരുന്നു, ഞാൻ പറഞ്ഞില്ലേ? 3 കൊല്ലത്തിൻ്റെ വികസന ബ്ലൂ പ്രിൻ്റ് ഉണ്ടാക്കി, ഞാൻ പറഞ്ഞില്ലേ? ലാസ്റ്റ് ഞങ്ങളത് ചെയ്യുമ്പോൾ നിങ്ങൾ ഞങ്ങളോട് നല്ല വർക്ക് ചെയ്യുന്നു എന്നല്ലേ പറഞ്ഞത്? അതല്ലേ ചെയ്യേണ്ടത്? അല്ല അത് ആ നറേറ്റീവ് പഴയ തല്ലിപ്പൊളി നറേറ്റീവാണെന്ന്. എന്തിനാണ് നിങ്ങൾ വേസ്റ്റ് ചെയ്യുന്ന സമയം? ഇത് ഈ CPM-കാരും എത്ര കൊല്ലമായി സാമ്പത്തിക സ്ഥിതി, നമ്മളിപ്പോൾ ധവളപത്രം വായിച്ചാൽ ആരാണ് ഈ സാമ്പത്തിക സ്ഥിതി മോശമാക്കി വെച്ചിരിക്കുന്നത്? നരേന്ദ്രമോദിജിയാണോ? അല്ല, നമ്മളെല്ലാവരും പഠിച്ച് മനസ്സിലാക്കുന്ന വ്യക്തികളാണ്. ഞങ്ങൾക്ക് വിവാദത്തിൽ പെടാനോ വിവാദം ഉണ്ടാക്കാനോ ഒരു താല്പര്യമില്ല. പക്ഷേ എൻ്റെ ഒറ്റൊരു അഭ്യർത്ഥനയാണ്, വെറുതെ KC വേണുഗോപാൽ പറഞ്ഞ ഓരോരോ കാര്യങ്ങൾ നിങ്ങൾ അതിൻ്റെ വാല് പിടിച്ച് ഓടലെന്നാണ് ചോദിക്കുക. അതിൻ്റെ മറുപടി ഞാൻ തരുന്നുണ്ടല്ലോ. ഓ മന്ത്രി തന്നെ ഉറപ്പ് നൽകുന്നുണ്ട് ഇത്തരത്തിൽ റെയിൽവേ ഡിവിഷന്റെ സാമ്പത്തിക വികാസത്തെ ഡെവലപ്മെന്റിനെ ബാധിക്കില്ല. മന്ത്രി അങ്ങനെ ഉറപ്പ് പറയുമ്പോഴേ നമ്മുടെ മുമ്പിൽ മാനദണ്ഡങ്ങൾ വെച്ചിട്ടായിരിക്കില്ല റെയിൽവേ പരിഗണിക്കുക. സ്വാഭാവികമായിട്ടും അവിടെ റെയിൽവേ ഡിവിഷന് വരുന്ന വരുമാനം കുറയുമ്പോൾ വികസനത്തിന് സ്വാഭാവികമായിട്ടും അല്ല അതെങ്ങനെയാണ് നിങ്ങൾ അതല്ല ഞാൻ പറഞ്ഞത്. 3 ആഴ്ച മുമ്പേ ഞങ്ങൾ ഇരുന്ന് ചർച്ച ചെയ്തൊരു ബ്ലൂ പ്രിന്റ് തീരുമാനിച്ചു. എന്നിട്ട് അത് ഞാൻ ഇവിടെ വന്ന് പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞതല്ലേ, കൃഷ്ണദാസേട്ടൻ ഒന്നും പറഞ്ഞല്ലേ? കൃഷ്ണദാസേട്ടൻ അധ്വാനിച്ച് 3 ആഴ്ച 4 ആഴ്ച അധ്വാനിച്ച് ഒരു ബ്ലൂ പ്രിൻ്റ് ആക്കുക. എവിടെയെല്ലാം സ്റ്റേഷൻ മോഡേണൈസേഷൻ ഇനി നടക്കണം, എത്ര റെയിൽ ഓവർ ബ്രിഡ്ജ് നടക്കണം, എവിടെയെല്ലാം സ്റ്റേഷൻ. ഇന്നിപ്പോൾ കാസർഗോഡ് കണ്ണൂരോ, കാസർഗോഡിൽ പ്ലാറ്റ്ഫോം സ്പ്ലിറ്റിംഗ് നടത്തിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇത് വെറുതെ അവർ പറഞ്ഞത് വെറുതെ പോയി പിടിക്കണ്ട. ഓക്കെ, സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. അതിൻ്റെ ഉറപ്പ് അശ്വിനി വൈഷ്ണവ് തരുന്നുണ്ടല്ലോ. പിന്നെ ആരാ തരണ്ട്? KC വേണുഗോപാൽ. ഒരു കാര്യം കൂടി, അതായത് ഇപ്പോൾ ഈ പാലക്കാട് ഡിവിഷനിലെ കൂടുതൽ ട്രെയിനുകളും മംഗലാപുരത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ കേരളത്തിലൂടെ പോകുന്നത്. കഴിഞ്ഞ കുറെ വർഷങ്ങളായി കേരളത്തിന് പുതിയ ട്രെയിനുകളില്ല. അപ്പോൾ മംഗലാപുരം ഡിവിഷൻ മൈസൂരിലേക്ക് പുതിയ ട്രെയിൻ ഇല്ലാന്നോ? ആ വന്ദേ ഭാരത് എന്താ പഴയ ട്രെയിൻ? ഇനി ബജറ്റിലോ അല്ലെങ്കിൽ മറ്റു പുതിയ ട്രെയിനുകൾ കൂടുതലായിട്ട് പ്രഖ്യാപിക്കുന്നില്ല. അത് സ്വാഭാവികം എന്ന് ആരാ തീരുമാനിക്കുന്നത്? അത് നമ്മൾ അങ്ങനെ അസ്യൂം ചെയ്യല്ലേ? അല്ല, ഇൻഡിപെൻഡൻസിന് മുമ്പ് നമ്മൾ ഇന്ത്യയിൽ എത്ര റെയിൽവേ
സോൺസും ഡിവിഷൻസും ഉണ്ടായിരുന്നു. ഇതെല്ലാം സ്വാഭാവികമായി എന്ന് പറയുകയാണെങ്കിൽ റെയിൽവേസ് റീഓർഗനൈസേഷൻ, റെയിൽവേ ഒരു നാഷണൽ സ്ഥാപനമാണ്, അവർ റീഓർഗനൈസ് ചെയ്യും. മാംഗ്ലൂർ കർണാടകേൻ്റെ ഭാഗമാണ്, കർണാടകേൻ്റെ ഭാഗമാണെങ്കിൽ മൈസൂറിൻ്റെ ഡിവിഷനിൽ ഉൾപ്പെടുത്തും. അതിലെന്താണ് പ്രശ്നം? അതിൽ ഒറ്റ സംശയമാണ് നിങ്ങളുടെ മനസ്സിലുള്ളത്, അത് കേരളത്തിനെ ബാധിക്കുമോ, കേരളത്തിൻ്റെ റെയിൽവേ വികസനത്തെ ബാധിക്കുമോ? നോന്ന് കൃത്യമായി അശ്വിനി വൈഷ്ണവ് പറയുന്നു, നരേന്ദ്രമോദിജി പറയുന്നു, ഞാനും പറയുന്നു. ഇതിലെ ഇനി അടുത്ത ഘട്ടത്തിൽ തമിഴ്നാടിന്റെ ചില ഭാഗങ്ങളൊക്കെ തിരുവനന്തപുരം ഡിവിഷന്റെ ഭാഗമുണ്ട്. അപ്പൊ അത് ഒഴിവാക്കി കേരളം മുഴുവൻ ഡിവിഷൻ ആക്കാനുള്ള പദ്ധതിയാണ്. ഞാൻ എൻ്റെ ഒരു അഭ്യർത്ഥന, നമ്മൾ ഈ 100 ദിവസത്തിൻ്റെ പെർഫോമൻസ് ചർച്ച ചെയ്യുമ്പോൾ അത് ചർച്ച ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. കാരണം ജനാധിപത്യത്തിൽ ഒരു സർക്കാർ വരുമ്പോൾ വാഗ്ദാനങ്ങൾ കൊടുത്താൽ വാക്ക് പാലിച്ചിട്ടുണ്ടോ അവരുടെ റിപ്പോർട്ട് കാർഡ് എടുക്കണം. ഇത് എല്ലാ ദിവസവും ഞങ്ങളുടെ റിപ്പോർട്ട് കാർഡ് എടുക്കാൻ നിങ്ങൾ ശ്രമിക്കരുത്. ഞങ്ങളുടെ റിപ്പോർട്ട് കാർഡ് എടുത്തോളൂ, എല്ലാ 100 ദിവസം വേണമെങ്കിൽ ഒരു സെപ്പറേറ്റ് സെഷനായിട്ട് ഞങ്ങളുടെ റിപ്പോർട്ട് കാർഡ് എടുത്തോളൂ. BJP കേരളം എന്തെല്ലാം ചെയ്യുന്നു, നരേന്ദ്രമോദിജി സർക്കാർ കേരളത്തിന് വേണ്ടി എന്തെല്ലാം ചെയ്യുന്നു, നിങ്ങൾ എടുത്തോളൂ. പക്ഷേ അതും ഇതും അതെടുത്തിട്ട് ഇതിന് ശ്രദ്ധ തിരിക്കരുത്. ഈ 2026 നടന്ന ഒരു വലിയ ഒരു പ്രധാനപ്പെട്ട ഇലക്ഷനായിരുന്നു. ഈ നമ്മുടെ നാടിൻ്റെ ഭാവി തീരുമാനിക്കേണ്ട ഒരു ഇലക്ഷനായിരുന്നു. ഞങ്ങൾ മുമ്പോട്ട് വെച്ചൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു വികസിത കേരളം. അതിന് ജനങ്ങൾ പൂർണ്ണമായിട്ട് സഹകരിച്ചില്ല. ഇവർക്കൊരു അവസരം കൊടുത്തു. പക്ഷേ ആ അവസരം കൊടുത്തപ്പോൾ അവർ എന്തെല്ലാം ചെയ്തു ചെയ്യുന്നില്ല എന്ന് നമ്മൾ അത് പരിശോധിക്കണ്ടേ? ജനാധിപത്യത്തിൻ്റെ അതൊരു പ്രധാനപ്പെട്ട ഭാഗമല്ലേ. ഞങ്ങൾ എന്ത് ചെയ്യുന്നു, ഞങ്ങൾ എന്ത് ചെയ്യുന്നില്ല, നരേന്ദ്രമോദിജി എന്ത് ചെയ്യുന്നു, കേരളത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നു, അത് സെപ്പറേറ്റ് ഒരു പ്രസ് കോൺഫറൻസ് ഞാൻ വിളിക്കാൻ തയ്യാറാണ്. ഞാൻ ഫാക്റ്റും ഡേറ്റ് വെച്ചിട്ട് ഞാൻ ഡിഫെൻഡ് ചെയ്യാൻ തയ്യാറാണ്. ഈ നാട്ടിൽ കേരളത്തിൽ വികസനം നടക്കുന്നുണ്ടെങ്കിൽ അത് നരേന്ദ്രമോദിജി സർക്കാർ നടപ്പിലാക്കുന്ന വികസനം മാത്രമാണ്. കാരണം അതിന് ഞാൻ ഒരു റെറ്ററിക്കായിട്ട് പറയല്ല. 100 ദിവസം എന്താണ് VD സതീശൻ ചെയ്തിരിക്കുന്നത്? കുറേ പോസ്റ്റർ അടിച്ചു, ഇൻസ്റ്റാഗ്രാം റീൽ അടിച്ചു, ട്രെയിനിൽ പോകുന്നു, ചായ കുടിക്കുന്നു, കാപ്പി കുടിക്കുന്നു, സ്ലോഗൻ ചെയ്യുന്നു. പിന്നെ വിഴിഞ്ഞം പോർട്ട് VD സതീശൻ എന്തായാലും റോള്. എക്സിം പോർട്ട് ആക്കുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, അത് ഇൻവെസ്റ്റ് ചെയ്യുന്നത് പ്രൈവറ്റ് പാർട്ടി. ആ പ്രൈവറ്റ് പാർട്ടിയാണ് ആരാണ്? അഡാനീൻ്റെ എതിരെ പകൽ ഇവിടെ തെറി പറഞ്ഞ ആരാണ്? രാഹുൽ ഗാന്ധി, കോൺഗ്രസിൻ്റെ രാഹുൽ ഗാന്ധി. അപ്പോൾ അതെങ്ങനെയാണ് VD സതീശൻ്റെ അച്ചീവ്മെൻറ്റ്? അപ്പോൾ 100 ദിവസം ഒരു അച്ചീവ്മെൻറ്റ് നടത്തിയിട്ടില്ലെങ്കിൽ അത് പറയാം. അത് കഴിഞ്ഞിട്ട് പാലക്കാട് ഡിവിഷൻ, മാംഗ്ലൂർ ഡിവിഷൻ, തിരുവനന്തപുരം ഡിവിഷൻ, ഹൈവേ, റോഡ് വേ, എയർപോർട്ട്, മാങ്ങ, അതെല്ലാം നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷേ ഈ വിഷയം ഒരു പ്രധാനപ്പെട്ട വിഷയമാണെന്ന് ഞാൻ വിനീതമായ എൻ്റെ ഒരു അഭ്യർത്ഥനയാണ്. ജനാധിപത്യത്തിൽ ഒരു സർക്കാർ വാഗ്ദാനം കൊടുത്ത് വോട്ട് നേടിയ ഒരു സർക്കാരാണെങ്കിൽ ആ വാക്ക് പാലിച്ചിട്ടുകൊണ്ട് നമ്മൾ പരിശോധിക്കണം. അല്ലെങ്കിൽ 10 കൊല്ലം എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞ CPM പോലെ എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞാൽ VD സതീശൻ 10 കൊല്ലം 5 കൊല്ലം അവർക്ക് കിട്ടും. അത് അങ്ങനെ നിങ്ങൾ എന്തിനാണ് കാണുന്നത്? അവർ പറയും, അവർ ചെയ്യും. അവർക്ക് വേറൊന്നും ഇല്ലെങ്കിൽ റെയിൽവേയും അവർ ചെയ്യുന്നു. അല്ല, ഇന്നിപ്പോൾ ഞാൻ കണ്ടല്ലോ, റെയിൽവേ ആധുനീകരണം എന്ന് ചോദിച്ചല്ലോ. പിന്നെ അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം എന്താണ്? ലാൻഡ് അക്വിസിഷൻ ആരാ ചെയ്യേണ്ടത്? സംസ്ഥാന സർക്കാർ അത് ചെയ്യണമെങ്കിൽ അതിന് കാശുണ്ടാവണം. ഇന്ന് റിപ്പോർട്ട് വന്നിട്ടുണ്ടല്ലോ ഹിന്ദു ന്യൂസ് പേപ്പറിൽ, 13% ലാൻഡ് അക്വിസിഷനെ സ്റ്റേറ്റ് ഗവൺമെൻറ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ. അതെന്തുകൊണ്ടാണ് നിങ്ങൾ ചോദിക്കാത്തത്? ഈ പാലക്കാട് ഡിവിഷനേക്കാളും ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമല്ല അത് ലാൻഡ് അക്വിസിഷൻ. സംസ്ഥാന സർക്കാർ എന്തുകൊണ്ട് ചെയ്യുന്നില്ല? അപ്പോൾ ചോദിക്കാൻ ഭരിക്കുന്നത് VD സതീശൻ്റെ സർക്കാരാണ്. ഞങ്ങളല്ല ഭരിക്കുന്നത്. കേരളത്തിൽ ഭരിക്കുന്നത് UDF സർക്കാരാണ്. 100 ദിവസം VD സതീശൻ്റെ സർക്കാർ എന്ത് ചെയ്തു എന്ന് ചോദിക്കാൻ എല്ലാവരും അവകാശമാണ്, അവർ ചെയ്യണം. അന്ന് പറഞ്ഞല്ലോ ഈ K കരുണാകരൻ മെഡിക്കൽ കോളേജിന്റെ കാര്യം, അതിലും മുരളീധരൻ അടക്കമുള്ള തിരുവനന്തപുരത്തെ മന്ത്രിമാരൊക്കെ പറയുന്നത് അവരുടെ ഒരു അച്ചീവ്മെന്റ് ആയിട്ടാണ്. അതിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു നോക്കൂ, ആര് അച്ചീവ്മെൻ്റ് ആണെങ്കിലും ചെയ്തതാരാണ് നമുക്ക് അറിയണം. ഇനിയിപ്പോൾ ക്രെഡിറ്റ് എടുക്കാൻ അവർക്ക് ഒരു വലിയ ലൈൻ എടുക്കണമെങ്കിൽ ക്രെഡിറ്റ് കൊടുത്താലേ, പക്ഷെ ചെയ്തതാരാണ്? യൂണിയൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അല്ലേ.
ചോദിക്കട്ടെ? ഇപ്പൊ കേരളത്തിന്റെ അടുത്ത ജില്ലയായി മൂവാറ്റുപുഴ പരിഗണിക്കുന്നുണ്ടെന്ന് ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സമ്മേളനത്തിൽ വെച്ച്. അപ്പൊ അതിനൊപ്പം തന്നെ മലപ്പുറം ജില്ലയും അതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ലയും വിഭജിച്ച് മറ്റ് ജില്ലകളാക്കണം എന്നുള്ളൊരു ആവശ്യം ഉയരുന്നുണ്ട്. അല്ല, അതിൻ്റെ ബേസിസ് അവർ അത് ചർച്ച ചെയ്യട്ടെ, അതിൻ്റെ വിഷയങ്ങളെല്ലാം മുമ്പോട്ട് വെക്കട്ടെ. ഞങ്ങളതിൽ പോയി ചാടി അതിൻ്റെ ഒരു അഭിപ്രായം പറയാൻ ഞങ്ങൾക്ക് അങ്ങനെ താല്പര്യമില്ല. അവർ വിഷയങ്ങൾ മുമ്പോട്ട് വെക്കട്ടെ. ആ ചർച്ച ഒരു ഓപ്പൺ കൺസൾട്ടേറ്റീവ്, ഇങ്ങനെ റീഓർഗനൈസേഷൻ നടക്കുകയാണെങ്കിൽ ഒരു ഓപ്പൺ കൺസൾട്ടേറ്റീവ് ചർച്ച നടക്കണം എന്നാണ് ഞങ്ങളൊരു ആവശ്യം. എന്താ, ഞങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ലല്ലോ. അത് എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, പക്ഷെ ചർച്ച ചെയ്തിട്ട് ചെയ്യണം. ജനങ്ങളെ ഗുണം വിശ്വാസത്തിൽ എടുത്ത് ചെയ്യണം എന്നാണ് ഞങ്ങളുടെ ഒരു ആവശ്യം. ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പ്രധാന ചർച്ചാ വിഷയമായിരുന്നു ശബരിമല സ്വർണ്ണക്കൊള്ള. അതിലിപ്പോൾ ഈ ശബരിമല കട്ടിളപ്പാളി കേസിൽ കഴിഞ്ഞ സർക്കാർ നിർത്തിയിടത്തും കൂടുതൽ അന്വേഷണമില്ലാതെ ഇപ്പം കുറ്റപത്രം സമർപ്പിക്കുകയാണ് SIT. അതല്ല ഞാൻ പറഞ്ഞത്. CPM അഴിമതി ഒരു പ്രധാന വിഷയമാക്കിയത് ഞങ്ങളും ആക്കി, UDF ആക്കി. ഒരൊറ്റ കാര്യത്തിൽ VD സതീശൻ സർക്കാർ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? എല്ലാം ഡൈല്യൂഷനാണ്. എവിടെ നോക്കിയാലും അവർ ഡൈല്യൂട്ട് ചെയ്യാണ്. ശബരിമല കൊള്ളയാണോ ഡൈല്യൂട്ട് ചെയ്യുന്നു, എക്സാലോജിക്കാണോ ഡൈല്യൂട്ട് ചെയ്യുന്നു, മറ്റു വിഷയം രാവിലെ ചർച്ച മെസ്സി കേസാണോ വിജിലൻസിന് കൊടുക്കുന്നു? അല്ല, നമ്മൾ ഇത് മെസ്സി കേസ് അർജൻറ്റീന ഫുട്ബോൾ ഫെഡറേഷൻ്റെ ഒരു കേസാണ്. അതെങ്ങനെയാണ് വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റ് പരിശോധിക്കാൻ പോകുന്നത്, അന്വേഷിക്കാൻ പോകുന്നത്? അല്ല, നമ്മളെല്ലാവരും പൊട്ടന്മാരാണോ എന്നാണ് വിചാരിക്കുന്നത് VD സതീശൻ? ഇത് CBI അല്ലേ നോക്കേണ്ടത്? ഇതെല്ലാം ഒരു ഫിക്സ്ഡ് മാച്ചാണെന്ന് എനിക്ക് പറയാൻ ഒരു സംശയവുമില്ല. എൻ്റെ ഒരു അഭിപ്രായമാണ്. എലക്ഷൻ്റെ സമയത്ത് ഓരോന്ന് പറയും, എലക്ഷൻ കഴിഞ്ഞ് 100 ദിവസം കഴിഞ്ഞിട്ട് ഒരു റിപ്പോർട്ട് കാർഡ് എടുത്താൽ ഒരു കാര്യം ചെയ്യില്ല. രണ്ടല്ല ഒന്നാണ്. ഞങ്ങൾ എലക്ഷന് മുമ്പ് പറഞ്ഞതാണ്, ഇന്നും പറയുന്നു. ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയം അപകട രാഷ്ട്രീയമാണെന്ന് ഞങ്ങൾ നിലമ്പൂർ എലക്ഷൻ സമയത്ത് തുടങ്ങി പറയുന്നു, ഇന്നും ഞങ്ങൾ പറയുന്നു.